ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ബ്ലാക്ക് സ്പോഞ്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് കേക്കുകൾക്ക് ആവശ്യമുള്ള ബ്ലാക്ക് സ്പോഞ്ചാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇവയെല്ലാം കൂടി 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചതാണിത്. പിന്നെ വേണ്ടത് ഷുഗർ 1/2 കപ്പ്, 4 മുട്ട, 1/4 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് കോഫിയും എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 പിഞ്ച് സാൾട്ടും 1 ടീസ്പൂൺ വാനില എസൻസും കുറേശ്ശെ ഷുഗറും ചേർത്ത് വൈറ്റ് കളർ ആകുന്നത് വരെ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1/4 കപ്പ് ഓയിൽ ചേർത്ത് ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അപ്പോൾ എഗ്ഗ് നല്ല റിബൺ കൺസിസ്റ്റൻസിയിലാവും. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കോഫിയും ചേർത്ത് മെല്ലെ ഫോൾഡ് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 8 ഇഞ്ച് പാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കുക. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്താൽ അതിനകത്തുള്ള എയർ ബബിൾസുകളെല്ലാം പോയി കിട്ടും. എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ 35 മിനിറ്റ് ആയപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കേക്ക് എല്ലാവിധ ബ്ലാക്ക് സ്പോഞ്ചുകൾക്കും ഉപയോഗിക്കാം. ഈ സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കാണിത്. ഇനി ഞാനൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർക്കുന്ന കോഫി ചെറിയ ചൂടുള്ളതായാൽ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരാനും കേക്ക് നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.